എന്റെ ബലവും ധൈര്യവും ഒക്കെ എന്റെ ഗുരുനാഥനും ഗുരുപരമ്പരയാണ്. കാരണം ആവണങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് ഗുരുനാഥന്റെ പരമ്പര. അയ്യങ്കോൽപ്പടി സുനിൽകുമാർ എന്ന അദ്ദേഹത്തിന്റെ പേര്. ധാരാളം ശിഷ്യസമ്പത്ത് കളമ്പാട്ടിലും ഒക്കെ ഉണ്ടെങ്കിലും മാന്ത്രികം അദ്ദേഹത്തിന്റെ മക്കൾക്കും എനിക്ക് മാത്രമാണ് പകർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ആ മാന്ത്രികത്തിലെ പല രഹസ്യമായിട്ടുള്ള മേഖലകള്, വിഷ്ണുമായ സ്വാമിയുടെ രഹസ്യമായിട്ടുള്ള നീത്യങ്ങള്, കർമ്മങ്ങള്, അക്കോള മന്ത്രങ്ങള്, ആചാരങ്ങളൊക്കെയും വിധി പോലെ അനുഷ്ഠിക്കേണ്ടത് എപ്രകാരമാണെന്ന് പറഞ്ഞു തരികയും അതോടൊപ്പം സ്വാമി കൊണ്ടു നടക്കേണ്ട രഹസ്യ ഉപാസനാ വിധികളും ഒക്കെ പറഞ്ഞു തന്നാൽ അതിലൂടെയാണ് എനിക്ക് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു പൂർണ്ണ വിശ്വാസം വരുന്നത്. ഒക്കത്തിന് ധൈര്യം ഗുരുനാഥൻ തന്നെയാണ്, ഗുരു പരമ്പരയാണ്. അതെനിക്ക് നമ്മുടെ ഈ ദേവസ്ഥാനത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും വരുന്ന ഭക്തന് കാര്യസാധ്യം 100% സുരക്ഷിതം എന്ന് പറയാനുള്ള ആ ധൈര്യം എനിക്ക് തരുന്നത് ആ ഗുരുനാഥൻ തന്നെയാണ്. നമ്മളിവിടുത്തെ കർമ്മരീതികളും മുമ്പേ പറഞ്ഞതുപോലെ കൗളാചാര വിധിപ്രകാരമാണ് നമ്മൾ കർമ്മങ്ങളൊക്കെയും ചെയ്യുന്നത്. അതില് ഒരു ഭക്തൻ വന്ന് അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ആ വിഷമത്തിന്റെ കാരണത്തെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്നത്. ആ കാരണത്തിനാണ് നമ്മൾ ചികിത്സ എന്ന് പറയുന്നത് പോലെ, അതിപ്പോൾ ഗുളിക ദോഷമാണെങ്കിൽ പുറത്ത് ഗുളികന്റെ കർമ്മം കൊടുത്ത ഗുളികനെ വേർപാട് നടത്തിയതിന് ശേഷമാണ് അയാൾക്ക് നമ്മൾ കാര്യസാധ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ബാധാ വേർപാടാണെങ്കിൽ കുട്ടിച്ചാത്തന്മാരുടെ എടുത്ത് നമ്മൾ ആ ബാധാ നിവൃത്തി ഉണ്ടാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ അതിന് വേണ്ടുമ്പോഴുള്ള പരിഹാരങ്ങൾ ചെയ്ത് ബന്ധനമൊക്കെ ഉണ്ടെങ്കിൽ ആ ബന്ധനത്തെ ഒക്കെ നമ്മൾ വേണ്ടും പോലെ അരിയും പൂവും തിരിയൊക്കെ ഒഴിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നാളികേരത്തിലേക്കോ വീണ്ടും പ്രകാരത്തിലുള്ള ബന്ധനത്തെ മാറ്റി വിഷ്ണുമായ സ്വാമിക്ക് മുമ്പിൽ നമ്മൾ മഹാശാക്തേയ കലശകർമ്മം, മഹാമേദ്യങ്ങളോടുകൂടിയുള്ള കർമ്മങ്ങളൊക്കെ കൊടുത്താണ് നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവാന്റെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് പൂർണ്ണ ഫലം നമുക്ക് ഇവിടുന്ന് ഏറ്റവും ധൈര്യത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നമുക്ക് പറയാവുന്ന ഒരു കാര്യം. അതായത് അവരുടെ ദോഷത്തെ മാറ്റിയതിനു ശേഷം മാത്രമേ നമ്മൾ വിഷ്ണുമായ സ്വാമിക്ക് മുമ്പിൽ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി സമർപ്പിക്കാറുള്ളൂ. അപ്പൊ അതിലൂടെ പൂർണ്ണ ഫലം നമുക്ക് ഇവിടുന്ന് ഉണ്ടാകുന്നത് നമുക്ക് ഉറപ്പോടുകൂടി തന്നെ പറയാം. നമസ്കാരം. കാര്യസാധ്യങ്ങളുടെ തമ്പുരാനായ മുണ്ടക്കൽ വാഴും ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ തേടി ധാരാളം ഭക്തരാണ് ദേവസ്ഥാനത്തെത്തുന്നത്. നിന്ദിച്ചവരെ സംഹരിച്ചും വന്ദിച്ചവരെ സംരക്ഷിച്ചും അപേക്ഷിച്ചവരെ ഉപേക്ഷിക്കാതെ കൈപിടിച്ചുയർത്തിയ ഭഗവാന്റെ മായകൾ ഏറെയുണ്ട് പറയാൻ. കാര്യസാധ്യങ്ങൾ നേടിയവരും ഭഗവാന്റെ മായകൾ അനുഭവിച്ചവരും ശ്രീ മണിമലക്കുന്ന് മുത്തപ്പൻ എന്ന് സ്വാമിയെ വിളിച്ചു. അത്തരത്തിൽ കാര്യസാധ്യങ്ങൾ നേടിയ ഭക്തജനങ്ങൾ അവരുടെ അനുഭവങ്ങൾ നമുക്ക് വേണ്ടി ഇവിടെ പങ്കുവയ്ക്കും.
തിരുവള്ളാട്ട് മഹോത്സവം എന്ന് പറയുന്നത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കർമ്മമാണ്. അതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ സ്വാമിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൽ എൻ്റെ കൂട്ടത്തിൽ പങ്കെടുക്കാൻ എത്തിയ വാദ്യകലാകാരന്മാർക്ക് മുഴുവൻ തന്നെ അവരിപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്, സ്വാമിയുടെ സന്നിധിയിൽ വരുന്നുണ്ട്. അവർക്ക് ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികളുണ്ടായവർ വരെ ഉണ്ട്, കൂടുതലായിട്ടും ഒരു കുട്ടി ജനിച്ച ആളുണ്ട്. അതുപോലെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഇന്നുവരെ ഒരു കീഴ്പോട്ട് പോക്ക് നമുക്കുണ്ടാവില്ല. മറ്റുള്ള മൂർത്തികളെ പോലല്ല, വിളിപ്പുറത്ത് നിൽക്കുന്ന വിഷ്ണുമായ, ഉണ്ടയ്ക്കൽ വിഷ്ണുമായ ഗുരുനാഥൻ ചെയ്യുന്ന കർമ്മസിദ്ധികളിൽ കൂടെ മാത്രമാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഗുരുത്വത്തിൽ കൂടെ മാത്രം ഉയർന്നു വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ദേവസ്ഥാനത്ത് മരണം വരെ എത്തുവാനും സ്വാമിയെ പരിപാലിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകണമെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ പേര് സതി വിജയൻ എന്നാണ്. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീട്ടിലെ അമ്മായിയമ്മയും എല്ലാവരും പറയാൻ തുടങ്ങി, വഴക്കൊക്കെ തുടങ്ങിയായിരുന്നു, പിള്ളേരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ എന്നിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നായിരുന്നു. ഇവിടെ വന്ന ഭഗവാനോട് സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ഒരു 1.5 മാസമായപ്പോഴത്തേനും അവൾക്ക് ഒരു കുഞ്ഞുവാവ ഉണ്ടെന്നുള്ളത് അറിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിവിടെ വന്ന് ചോറ് കൊടുത്തു. പിന്നെ 1 വർഷമായപ്പം ഭഗവാൻ പറഞ്ഞ പോലെ ഉള്ള ഇവിടെ ഒരു സ്വർണത്തിൻ്റെ ഒരു വഴിപാട് കൊടുത്തായിരുന്നു. പിന്നെ അവർ നല്ല സന്തോഷത്തോടുകൂടി ഇപ്പം ജീവിക്കുന്നു. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ നല്ല കരക്കയറ്റമാണ്. ഇവിടെ വന്ന എനിക്ക് അല്ലാതെയും ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോളാണ് ഇവിടെ പടങ്ങളൊക്കെ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അവളാണേലും ജോലിക്ക് പോകാനും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. എല്ലാം ഭഗവാൻ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ പേര് വിനീത, പേരൂർക്കലിൽ നിന്ന്
വർഷങ്ങളായി മാറി ഇവിടെ. എൻ്റെ വസ്തു ഇപ്പോൾ കച്ചവടമായി. ഒരു മാസം അഡ്വാൻസ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇവിടുത്തെ പൂർണ്ണ ഒരു ഭക്തനാണ്. ഞങ്ങൾ സ്ഥലം മേടിക്കണമെന്ന് ആഗ്രഹിച്ചു. 18 സെന്റ് സ്ഥലം മേടിക്കാൻ ഞങ്ങൾക്ക് സ്വാമി സാധിച്ചു തന്നു. അങ്ങനെ ഞങ്ങളുടെ മോന് ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് വേണ്ടി വന്നു. 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കത് മെഡിക്കൽ കോളേജിൽ തന്നെ പെട്ടെന്ന് സാധിച്ചു കിട്ടി. 1 മാസം കൊണ്ട് ഞങ്ങളുടെ രോഗം അറിഞ്ഞു. അപ്പോഴേക്കും ഞങ്ങളുടെ അത് ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ തന്നെ എൻ്റെ ഭർത്താവിനും ഓപ്പറേഷൻ വേണം, ജോലിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യാതെ ഇവിടെ സ്വാമി ഇപ്പോൾ പണിക്ക് പോകാൻ ഒരു കുഴപ്പമില്ലാതെ സ്വാമി പണിക്ക് പോകാൻ സാധിച്ചു തരുന്നു. ഞങ്ങൾക്ക് നല്ല സന്തോഷ സമാധാനമായി ജീവിക്കുന്നുണ്ട്. എൻ്റെ പേര് ശ്യാമ എന്നാണ്. പൊൻകുന്നം ചിറക്കടമാണ് സ്വദേശം. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വലിയൊരു അപകടം പോലെ സംഭവിക്കുന്ന ഒരു സാഹചര്യം. ആശ, പാമ്പാടിയിലാണ് ഞാൻ താമസിക്കുന്നത്. മോൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാണ് ഇവിടെ ഞങ്ങൾ സ്വാമിയെ കാണാൻ വന്നത്. അവന് ജോലിയില്ല, ഗൾഫിൽ 2 വർഷം കിടന്നു, ഒത്തിരി വിഷമിച്ചു. അതിനുശേഷം ഇവിടെ വന്നു. നല്ലൊരു കമ്പനി ജോലി കിട്ടി. ഉണ്ടായിട്ട് എനിക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നോക്കപ്പം വസ്തുവിനെല്ലാം ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 2 വർഷം കൊണ്ട് ആവുമെന്നാണ് പറഞ്ഞ് 6 മാസം കൊണ്ട് എല്ലാ പേപ്പറുകളും ശരിയായി. വീട് വെക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഷുഗർ കൂടിയിട്ട് കണ്ണിനൊരു മേലാഴിക വന്നു. ഇവിടെ MRI എടുക്കാൻ പോകുന്നതിന് വന്നു ഭഗവാനോട് പറഞ്ഞു. കണ്ണിന് അടഞ്ഞു പോയി. 2 മാസം കഴിയും ശരിയാകാനെന്നാ പറഞ്ഞ്. ഭഗവാൻ എനിക്ക് കൊണ്ട് 2 ആഴ്ച കൊണ്ട് എൻ്റെ കണ്ണ് നേരെയായി. ഞങ്ങളുടെ കുടുംബത്തെ ഒത്തിരി കഷ്ടപ്പാട് എല്ലാത്തിനും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. പേര് സുരേഷ്, ചെറുവിലാണ് വീട്. എനിക്ക് വിഷ്ണു സ്വാമിയുടെ അനുഗ്രഹം ശരിക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വീട് വെക്കുന്നതിനും സ്ഥലം അയക്കുന്നതിനും എല്ലാം സ്വാമിയുടെ അനുഗ്രഹമാണ്. ഇത് പിന്നെ മകൻ്റെ നഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നതിനും സ്വാമിയുടെ അനുഗ്രഹം എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് ലത. ഞാൻ പാമ്പാടി ദേശത്ത് നിൽക്കുന്നു.
ഞാൻ ഈ അടക്കല്ല ഇറങ്ങുന്നതോറും എൻ്റെ കണ്ണ് ഒഴിഞ്ഞ് ഞാനിവിടെ കയറി വന്നത്. അന്ന് മോൻ്റെ കാര്യം പറഞ്ഞ് അവനൊരു ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഞാനിവിടെ വരുമ്പം എന്നെ ഈ കണ്ണൻ എന്നെ ഇവിടെ കൊണ്ടുവരുന്ന ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാം. വന്നത് ഭർത്താവിന്റെ മദ്യപാനം നിർത്താം, നമുക്ക് ഒരു സ്ഥലം വരെ പോകാം, അവിടെ ചെന്ന് ഇതൊക്കെ മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നത്. പക്ഷെ ഞാനിവിടെ വന്നപ്പം എനിക്ക് തോന്നി കുഞ്ഞിന്റെ കാര്യം പറയാനായിരുന്നു. അവന് ജോലിയില്ലാതെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ ഇത് സ്വാമി എന്നോട് പറഞ്ഞു, നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട, കുഞ്ഞ് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ്. എനിക്കറിയില്ല, ഞാനിവിടുന്ന് അപ്പം കൊച്ചൊരു ഇന്റർവ്യൂവിന് പോകാനായിട്ട് ഒരുങ്ങിയിട്ടും പോകാനായിട്ടായിരുന്നു അന്ന് പോയത്. ഞാൻ പറഞ്ഞു അവനൊരു ഇന്റർവ്യൂവിന് പോയിരിക്കുക, പ്രതീക്ഷയൊന്നുമില്ല, 20 പേരെയാണ് അവര് വിളിച്ചിരിക്കുന്നത്, അതിൽ 2 പേരെ വല്ലതും സെലക്ട് ചെയ്തെങ്കിൽ ചെയ്തു, അതിന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ ഗോകുലിൽ നിന്ന് പറഞ്ഞ കൂട്ടുകാരൻ്റെ കൂട്ടിന് പോകുകയെന്നും പറഞ്ഞ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ താമസിച്ചാൽ താമസിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇവിടെ ഈ അമ്പലമൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാമെങ്കിലും പലരോടും ചോദിച്ചപ്പോഴത്തെ ഒരു കുടുംബക്ഷേത്രമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെന്നൊന്നും ആരും പറഞ്ഞില്ല. എന്നും പ്രശ്നങ്ങളാണ് വീട്ടിൽ. കടങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര കടം. കടത്തേലിട്ട് എന്നെ വലിച്ചെങ്കിലും ഇവിടെ വന്ന ശേഷം എൻ്റെ ആ കടമെല്ലാം ഒന്ന് ഒഴിവാക്കി ഞാനൊരു സ്വതന്ത്രനായ രീതിയിൽ ഇപ്പം അവിടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വിഷമായ സ്വാമിയുടെ മുന്നിൽ വന്ന് നമ്മളെന്നും കടപ്പെട്ടവരാണ്. എൻ്റെ പേര് ബിന്ദു സജി. ഞാൻ കഴിഞ്ഞ ഡിസംബർ അവസാനമാണ് ഞാൻ ഭഗവാനെ അറിഞ്ഞ് ഈ അമ്പലത്തിൽ ഇവിടെ വരാൻ ഇടയായത്. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും പിടിവള്ളി വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. എനിക്ക് 4 മക്കൾ. ഒന്നേകാം വയസ്സിലും 11ാമത്തെ വയസ്സിലും അമൃതയിൽ 2 ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഞങ്ങളിതെല്ലാം പറഞ്ഞാണ് വിവാഹം ചെയ്തു കൊടുത്തത്. ഞങ്ങൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തില്ല, അപ്പോൾ അവരുടെ നിർബന്ധത്തിലാണ് ഞങ്ങളത് ചെയ്തത്. എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത ഒരാളാണ്. പുള്ളിക്ക് നട്ടലിന് തേയ്മാനമായിട്ട് 1 വർഷം മിച്ചത്തോളം ചികിത്സയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ മോനെ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് അവിടുത്തെ ചെറുക്കൻ സൗദിക്ക് കൊണ്ടുപോയി. അവിടെ മോന് നല്ല ജോലിയൊന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ ജോലിയിൽ അവൻ കയറിയെങ്കിലും അവന് കിട്ടുന്നത് മുഴുവനും അച്ഛനെ ചികിത്സിക്കാനും എന്നെ ചികിത്സിക്കാനും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇത്ര അടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഈ ക്ഷേത്രം ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും ഏറ്റവും വലിയൊരു ദുഃഖം. കാരണം ഇതിന് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കിതിന് മുന്നേ രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഭഗവാന്റെ മുന്നിൽ ഞാൻ വന്നു. മോക്ക് വീണ്ടും ഒരു വയ്യാഴിക വന്നത് അവളുടെ വാൽവ് ചുരുങ്ങുമായിരുന്നു. പക്ഷെ അത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ തളർത്തി. കാരണം 3ാമതൊരു ഓപ്പറേഷനും കൂടെ ചെയ്യാനുള്ള അവസ്ഥ ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ അവൾക്ക് 5 വയസ്സുള്ളൊരു മോളുണ്ട്. ഇനി ഒരിക്കലും പ്രഗ്നന്റ് ആകാൻ പാടില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഞങ്ങളത് കേട്ട് പൊൻകുന്ന സ്റ്റാൻഡിൽ വന്നപ്പം ഇവിടുത്തെ സ്വാമിയെ ഞാൻ പൊൻകുന്ന സ്റ്റാൻഡിൽ നിന്ന് കണ്ടു. വിഷമിച്ചാണ് എന്നെ കണ്ടതെങ്കിലും ചോദിച്ചപ്പം ഭഗവാൻ എല്ലാം നോക്കിക്കോളൂ എന്ന് എന്നോട് പറഞ്ഞു. അവർ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അപ്പോൾ വരെ എന്നെ സമാധാനിപ്പിച്ചാണ് വിട്ടത്. ഞാൻ വീണ്ടും ഇവിടെ വരികയും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നോട് ഭഗവാൻ കരുണ തന്നെയാണ് കാണിച്ചത്. എല്ലാ ടെസ്റ്റുകളിലും എൻ്റെ മോക്ക് സർജറി അല്ലെങ്കിൽ മരണം വരെ മെഡിസിൻ കഴിക്കണമെന്നായിരുന്നു. പക്ഷെ മെഡിക്കൽ കോളേജിൽ ഹാർട്ടിൻ്റെ മെയിൻ ഡോക്ടർ പറഞ്ഞു റിസ്ക് എടുത്തുള്ള ഒരു ചികിത്സ
ചെക്കപ്പ് നമുക്ക് ചെയ്ത് നോക്കാം, അതിൽ എന്താ ഫലമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മോളെ 24 മണിക്കൂർ ഒരു മിഷൻ ഫുള്ളും ശരീരത്തിൽ വെച്ച് അനങ്ങാതെ കിടക്കണമായിരുന്നു. അങ്ങനെ ചെയ്തു. 3-ാമത്തെ ദിവസം റിസൾട്ട് വന്ന് ഡോക്ടർ വിളിച്ചു. പക്ഷെ അന്ന് എനിക്ക് മോളുടെ കൂടെ പോകാൻ ഭയമായിരുന്നു. കാരണം ഇനി എൻ്റെ മോക്ക് ഓപ്പറേഷൻ, അതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഞാൻ പൈസ ഉണ്ടാക്കി കൊടുത്തു, മരുമോനെ കൊണ്ട് തന്നെ ഞാൻ വിടിയിച്ചു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ മോക്ക് ഓപ്പറേഷനും വേണ്ട, മെഡിസിനും വേണ്ട, അവൾക്ക് ഇനി ഒരു അമ്മയാകുന്നതിന് കുഴപ്പമില്ലെന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വിധി എഴുതി. ഇന്നെൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നുണ്ട്. പിന്നെ എൻ്റെ മോന് പെട്ടെന്നായിരുന്നു അവൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നായത്. രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എൻ്റെ ജോലി നഷ്ടപ്പെടുവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല മക്കളെ, ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇല്ലമ്മ, എനിക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ല, എന്നെ ദൈവം തമ്പുരാൻ രക്ഷപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം വൈകുന്നേരത്തിനും ഞാൻ തിരിവെച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനെ കണ്ണീര് കുടിപ്പിക്കരുത്. അവൻ കുഞ്ഞുനാൾ മുതൽ ഒരു സന്തോഷം അറിഞ്ഞൊരു കുഞ്ഞല്ല. അവൻ 25 വയസ്സ് കഴിഞ്ഞു കുടുംബത്തിന് വേണ്ടി തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ പിറ്റേന്ന് വൈകുന്നേരം തന്നെ അറിഞ്ഞു എൻ്റെ മോൻ്റെ ജോലി നഷ്ടപ്പെടത്തില്ല എന്ന്. അപ്പോൾ ഭഗവാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവന് ജോലി നഷ്ടപ്പെടത്തില്ല, അവനൊരു ഒന്നില്ലെങ്കിൽ ഉയർന്നൊരു ജോലിയിലോട്ട് കയറും, ഇല്ലെങ്കിൽ അവന് ശമ്പള വർധനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് എൻ്റെ 5-ാം ദിവസം തന്നെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ പ്രാർത്ഥിച്ച ഏത് ഭഗവാനാണേലും കൈവിടുകയല്ലാന്ന് എനിക്ക് ഉറപ്പായി അമ്മ എന്ന് പറഞ്ഞു. ചോദിച്ചോ പറഞ്ഞു, എന്നെ ഇവിടെ ജോലിയിലെ ഇച്ചിരി കൂടെ ഉയർച്ചയിലോട്ട് കയറ്റാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 2-3 മാസം കൂടെ കഴിയുമ്പോൾ എൻ്റെ മോൻ നാട്ടിലെത്തും. തിരിച്ചവൻ ചെല്ലുന്നത് ഒന്നിലെ ജോലി വർധനവിലൂടെ, ഇല്ലെങ്കിൽ അവന് ശമ്പള വർധനവ് കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവന് ജോലി മാറ്റം കിട്ടുന്നത് ദുബായിലോട്ടായിരിക്കും. അവനിപ്പോൾ സൗദിയിലാണ് നിൽക്കുന്നത്. അവനെ കൊണ്ടുപോയ ആൾ തന്നെ പുതിയ കമ്പനി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഭഗവാനാണ് ഞങ്ങൾക്ക് ഇതെല്ലാം തന്നത്. എൻ്റെ മരണം വരെ ഞാൻ ഭഗവാനെ കൈവിടത്തില്ല. എവിടെ പോയാലും ഞാൻ ഭഗവാന്റെ മുന്നിൽ ഈ മുണ്ടക്ക ക്ഷേത്രത്തിൽ തന്നെ ഞാൻ വരും. കാരണം എന്നെ പിടിച്ചുയർത്തിയതും എൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഇപ്പോൾ കൊടുക്കുന്നതും ഭഗവാനാണ്. എൻ്റെ പേര് രാജേഷ് നായർ എന്നാണ്. ഞാൻ അടൂർ സ്വദേശിയാണ്. എല്ലാ പ്രശ്നങ്ങൾ വരും, പക്ഷേ ഭഗവാൻ എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടേ ഉള്ളൂ. എപ്പോഴും ഞാൻ മുണ്ടക്കലിലെയും മലവാഴിപ്പര ദേവതയുടെയും ഭക്തൻ തന്നെ ആയിരിക്കും. മരണം വരെയും അത് അങ്ങനെ തന്നെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം.